പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ സർഫസ് ഏരിയ ആൻഡ് വോളിയം എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ആ 4 വീഡിയോസും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എല്ലാം എഴുതി അത് പഠിച്ച് കാണുമെന്ന് കരുതട്ടെ. ഇനി നമുക്ക് 5ാമത്തെ വീഡിയോയിലേക്ക് പോകാം. അടുത്ത ചോദ്യം, a well of diameter 3 meter is dug 14 meter deep, full stop. The earth taken out of it has been spread evenly all around it in the shape of a circular ring of width 4 meter to form an embankment. Find the height of the embankment. ഇതാണ് ചോദ്യം. A well of diameter 3 meter is dug 14 meter deep. The earth taken out of it has been spread evenly all around it in the shape of a circular ring of width 4 meter to form an embankment. Find the height of the embankment. 3 മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഒരു കിണർ നമ്മൾ കുഴിക്കുന്നു. അപ്പോൾ അത് 13 മീറ്റർ ഡെപ്തിലാണ് നമ്മൾ ആ കിണർ കുഴിക്കുന്നത്. ആ കിണറ്റിൽ നിന്ന് എടുക്കുന്ന കിണർ കുഴിക്കുമ്പോൾ കിട്ടുന്ന എർത്ത് കൊണ്ട്, മണൽ കൊണ്ട് ചുറ്റുമതിൽ, റിംഗ് ഷേപ്പിലുള്ള ഒരു ചുറ്റുമതിൽ ഉണ്ടാക്കുന്നു. ആ ചുറ്റുമതിലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 മീറ്ററാണ്. 4 മീറ്റർ വിഡ്ത്തുള്ള ചുറ്റുമതിലാണ് ഉണ്ടാക്കുന്നത്. ആ വെല്ലിൻ്റെ മുകളിൽ ഒരു ചുറ്റുമതിൽ ഉണ്ടാക്കുന്നു. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ആ എടുത്ത മണൽ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന എംബാങ്ക്മെൻറ്റിൻ്റെ ഹൈറ്റ് എത്രയാണ് എന്നാണ് ചോദ്യം. ഹൈറ്റ് ഓഫ് ദി എംബാങ്ക്മെൻ്റ് ആണ് ചോദ്യം. അപ്പോൾ ഇവിടെ വെല്ലിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3 മീറ്ററാണ്. അപ്പോൾ വെല്ലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആയിരിക്കും. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആയിരിക്കും. റേഡിയസ് ഓഫ് ദ വെൽ ഈസ് ഈക്വൽ ടു 1.5 മീറ്റർ. ഇനി ഡെപ്ത് ഓഫ് ദ വെൽ എന്ന് പറയുന്നത് 14 മീറ്ററാണ്. ആ വെല്ലിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 14 മീറ്ററാണ്. അപ്പോൾ ഈ വോളിയം ഓഫ് ദ വെൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം വോളിയം ഓഫ് ദ വെൽ ഈസ് ഈക്വൽ ടു πr²h ആണ്. സിലിണ്ടറിക്കൽ ഷേപ്പാണ് വെല്ല്, അതുകൊണ്ട് തന്നെ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് πr²h വരും. ദാറ്റ് ഈസ് 22/7 ഇൻറ്റു 1.5 സ്ക്വയർ ഇൻറ്റു 14. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 99 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. നമ്മുടെ ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്ററിലാണ്, അതുകൊണ്ട് അത്രയും മീറ്റർ ക്യൂബ് ആയിരിക്കും വോളിയം ഓഫ് ദ വെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെല്ലിൽ നിന്ന് എടുക്കുന്ന മണലിൻ്റെ വോളിയം എന്ന് പറയുന്നത് വെല്ലിൻ്റെ വോളിയം തന്നെ ആയിരിക്കും. വോളിയം ഓഫ് ദി എർത്ത് റിമൂവ്ഡ് ഫ്രം ദ വെൽ എന്ന് പറയുന്നത് 99 മീറ്റർ ക്യൂബ് തന്നെ ആയിരിക്കും. ഇനി ഈ വെല്ലിൽ നിന്ന് എടുക്കുന്ന മണൽ കൊണ്ട് നമ്മൾ ഒരു ചുറ്റുമതിൽ ഉണ്ടാക്കുന്നു, ഒരു എംബാങ്ക്മെൻ്റ് ഉണ്ടാക്കുന്നു. അത് റിംഗ് ഷേപ്പിലുള്ള എംബാങ്ക്മെൻ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 മീറ്ററാണ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 മീറ്ററാണ്. നമുക്ക് ആ ഉണ്ടാക്കുന്ന എംബാങ്ക്മെൻറ്റിൻ്റെ, ഈ മണൽ വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന എംബാങ്ക്മെൻറ്റിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ആ റിംഗ് എംബാങ്ക്മെൻറ്റിൻ്റെ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. ലെറ്റ് എച്ച് ബി ദ ഹൈറ്റ് ഓഫ് ദ റിംഗ് എംബാങ്ക്മെൻറ്റ്. ആ റിംഗ് എംബാങ്ക്മെൻറ്റിൻ്റെ ഹൈറ്റ് എച്ച് ആണെന്നിരിക്കട്ടെ. ലെറ്റ് എച്ച് ബി ദ ഹൈറ്റ് ഓഫ് ദ റിംഗ് എംബാങ്ക്മെൻറ്റ്. ആ ഉണ്ടാക്കുന്ന റിംഗ് എംബാങ്ക്മെൻറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണെന്നിരിക്കട്ടെ. ഇനി ഔട്ടർ റേഡിയസ് ഓഫ് ദ റിങ്, ആ റിങ്ങിൻ്റെ ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് നമുക്ക് 1.5 ആണെന്നറിയാം. വെല്ലിൻ്റെ റേഡിയസ് ആണിത് 1.5 പ്ലസ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 മീറ്ററാണ്. അപ്പോൾ ഔട്ടർ റേഡിയസ് ഓഫ് ദ റിങ് എന്ന് പറയുന്നത് 1.5 + 4 ആണ്. വെല്ലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1.5 ആണ്. അതുപോലെ റിങ്ങിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 മീറ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ റിങ്ങിൻ്റെ ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് 1.5 + 4 ആണ്. അപ്പോൾ ഔട്ടർ റേഡിയസ് ഓഫ് ദ റിങ് എന്ന് പറയുന്നത് R1 എന്ന് നമുക്ക് പേര് കൊടുക്കാം. ഈസ് ഈക്വൽ ടു 1.5 + 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 5.5 മീറ്റർ ആണ്. ഇനി ഇന്നർ റേഡിയസ് ഓഫ് ദ റിങ് എന്ന് പറയുന്നതിന് നമുക്ക് R2 എന്ന് വിളിക്കാം. R2 എന്ന് പറയുന്നത് 1.5 മീറ്ററാണ്. 1.5 മീറ്ററാണ്. ഇനി നമുക്ക് വോളിയം ഓഫ് ദ റിംഗ് എംബാങ്ക്മെൻറ്റ്, ആ ചുറ്റുമതിലിൻ്റെ റിംഗ് എംബാങ്ക്മെൻറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആ റിങ്ങിൻ്റെ വോളിയമാണ്. റിങ്ങിൻ്റെ വോളിയം കിട്ടാൻ വേണ്ടി ആ ഔട്ടർ സിലിണ്ടറിൻ്റെ വോളിയത്തിൽ നിന്ന് ഇന്നർ സിലിണ്ടറിൻ്റെ വോളിയം കുറച്ചാൽ മതി. റിങ്ങിൻ്റെ വോളിയം കിട്ടാൻ വേണ്ടി ഔട്ടർ സിലിണ്ടറിൻ്റെ വോളിയത്തിൽ നിന്ന് ഇന്നർ സിലിണ്ടറിൻ്റെ വോളിയം കുറച്ചാൽ മതി. അതാണ് വോളിയം ഓഫ് ദ റിംഗ് എംബാങ്ക്മെൻറ്റ് എന്ന് പറയുന്നത് πr1² മൈനസ് πr2². ഇതാണ് നമ്മൾ ആ കുഴിച്ചെടുത്ത മണൽ വെച്ചാണ് റിംഗ് എംബാങ്ക്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് റിംഗ് എംബാങ്ക്മെൻറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആ കുഴിച്ചെടുത്ത മണലിൻ്റെ വോളിയം 99 തുല്യമായിരിക്കും.
ഓക്കെ, അപ്പോൾ റിങ്ങിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമ്മൾ കുഴിച്ചെടുത്ത മണലിൻ്റെ വോളിയം 99 തുല്യമായിരിക്കും. അപ്പോൾ πr1² മൈനസ് πr2² ആണ് റിംഗ് എംബാങ്ക്മെൻറ്റിൻ്റെ വോളിയം. അത് ആ കുഴിച്ചെടുത്ത മണലിൻ്റെ വോളിയത്തോട് തുല്യമായിരിക്കും. രണ്ട് ടേമിൽ നിന്ന് πh നമ്മൾ വെളിയിലെടുക്കുന്നു. അകത്ത് r1² മൈനസ് r2² എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 99. ദാറ്റ് ഈസ് πh ഇൻറ്റു r1² എന്ന് പറയുമ്പോൾ 5.5 ആണ്. r1 എന്ന് പറയുന്നത് 5.5. 5.5ൻ്റെ സ്ക്വയർ മൈനസ് 1.5ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 99. ദാറ്റ് ഈസ് πh ഇൻറ്റു 30.25 മൈനസ് 2.25 ഈസ് ഈക്വൽ ടു 99. That is πh into 28 is equal to 99. പൈക്ക് പകരം നമുക്ക് അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 22/7 കൊടുക്കാം. 22/7 into h into 28 is equal to 99. That implies h is equal to 99 into 7 divided by 22 into 28. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1.125 മീറ്റർ. ഇതാണ് ആ ഉണ്ടാക്കാൻ കഴിയുന്ന റിംഗ് എംബാങ്ക്മെൻറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ കണ്ടെയ്നർ ഷേപ്ഡ് ലൈക്ക് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ having diameter 12 cm and height 15 cm is full of ice cream. A container shaped like a right circular cylinder having diameter 12 cm and height 15 cm is full of ice cream. The ice cream is to be filled into cones of height 12 cm and diameter 6 cm, having a hemispherical shape on the top. Find the number of such cones which can be filled with the ice cream. ഇതാണ് ചോദ്യം. A container shaped like a right circular cylinder having diameter 12 cm and height 15 cm is full of ice cream. The ice cream is to be filled into cones of height 12 cm and diameter 6 cm having a hemispherical shape on the top. Find the number of such cones which can be filled with this ice cream. ഇപ്പോൾ ചോദ്യം മനസ്സിലായി കാണും. ഒരു സിലിണ്ടറിക്കൽ കണ്ടെയ്നറിനകത്ത് ഒരു സിലിണ്ടർ ഷേപ്പിലെ കണ്ടെയ്നർ അതിൻ്റെ ഡയമീറ്റർ 12 cm ആണ്, ഹൈറ്റ് 15 cm ആണ്. അതിനകത്ത് മുഴുവൻ ഐസ്ക്രീമാണ്. ഈ ഐസ്ക്രീം നമുക്ക് ഒരു കോണിലേക്ക് മാറ്റണം. കോണിലാണ് ഫില്ല് ചെയ്യേണ്ടത്. കോണിൽ ഫില്ല് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ദ ഐസ്ക്രീം ഈസ് ടു ബി ഫിൽഡ് ഇൻ ടു എ കോൺ ഓഫ് ഹൈറ്റ് 12 cm ആൻഡ് ഡയമീറ്റർ 6 cm ഹാവിങ് എ ഹെമിസ്പെരിക്കൽ ഷേപ്പ് ഓൺ ദ ടോപ്പ്. ആ രീതിയിൽ വേണം ഈ ഐസ്ക്രീം അങ്ങനൊരു കോണിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. അങ്ങനെയുള്ള എത്ര കോൺ നമുക്ക് ഈ കണ്ടെയ്നറിലുള്ള ഐസ്ക്രീം വെച്ച് ആ രീതിയിൽ എത്ര കോണുകൾ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇവിടെ ഫില്ല് ചെയ്യുന്ന കോണിൻ്റെ കണ്ടെയ്നറിലുള്ള ഐസ്ക്രീം നമ്മൾ കോണിലാണ് ഫില്ല് ചെയ്യേണ്ടത്. ആ കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 12 cm ആണ്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 6 cm ആണ്. ഈ കണ്ടെയ്നറിലുള്ള ഐസ്ക്രീം എത്ര കോണിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും? കോണിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. അതിൻ്റെ ഹൈറ്റ് 12 cm, ഡയമീറ്റർ 6 cm ആണ്. ആൻഡ് ഹാവിങ് എ ഹെമി സ്പെരിക്കൽ ഷേപ്പ് ഓൺ ദ ടോപ്പ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റേഡിയസ് ഓഫ് ദ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ, തന്നിരിക്കുന്ന സിലിണ്ടറിക്കൽ കണ്ടെയ്നറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 cm ആണ്. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ ഈസ് ഈക്വൽ ടു 15 cm ആണ്. വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഈസ് ഈക്വൽ ടു πr² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 22/7 ഇൻറ്റു 6² into 15. That is equal to 1697.14 centimeter cube. ഇതാണ് കണ്ടെയ്നറിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഇനി വോളിയം ഓഫ് ദ ഐസ്ക്രീം, ഇപ്പോൾ കണ്ടെയ്നറിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ അത് തന്നെയായിരിക്കും കണ്ടെയ്നറിൻ്റെ ഉള്ളിലുള്ള ഐസ്ക്രീമിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം ഓഫ് ദ ഐസ്ക്രീമും ഇത് തന്നെ ആയിരിക്കും. വോളിയം ഓഫ് ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഐസ്ക്രീം, വോളിയം ഓഫ് ദ കണ്ടെയ്നർ എന്ന് പറയുന്നത് 1697.14 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതുകൊണ്ട് വോളിയം ഓഫ് ദ ഐസ്ക്രീമും അത് തന്നെ ആയിരിക്കും. ദെയർഫോർ വോളിയം ഓഫ് ദി ഐസ്ക്രീം എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1697.14 സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരിക്കും
ഐസ്ക്രീമിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ആ കണ്ടെയ്നറിൻ്റെ വോളിയം തന്നെയായിരിക്കും ആ ഐസ്ക്രീമിൻ്റെയും വോളിയം എന്ന് പറയുന്നത്. ഇനി വോളിയം ഓഫ് ദ ഐസ്ക്രീം ഫിൽഡ് ഇൻ ദ കോൺ, വോളിയം ഓഫ് ദ ഐസ്ക്രീം ഫിൽഡ് ഇൻ ദ കോൺ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ കോൺ പ്ലസ് വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ. നമ്മൾ ഐസ്ക്രീം ഇങ്ങനെ 12 സെൻറ്റിമീറ്റർ ഹൈറ്റും 3 സെൻറ്റിമീറ്റർ റേഡിയസും ഉള്ള കോണിനകത്താണ് നമ്മൾ ഐസ്ക്രീം ഫില്ല് ചെയ്യുന്നത്. മുകളിൽ ഒരു ഹെമിസ്പെരിക്കൽ ഷേപ്പിൽ നമ്മൾ ഐസ്ക്രീം വെക്കുന്നുമുണ്ട്. അപ്പോൾ ഐസ്ക്രീം ഇങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ വോളിയം ഓഫ് ദ ഐസ്ക്രീം ഫിൽഡ് ഇൻ ദ കോൺ, കോണിൽ ഫില്ല് ചെയ്യുന്ന ഐസ്ക്രീമിൻ്റെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ ഐസ്ക്രീം ഫിൽഡ് ഇൻ ദ കോൺ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ കോൺ പ്ലസ് വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ. വോളിയം ഓഫ് ദ കോൺ എന്ന് പറയുന്നത് 1/3 πr² ആണ്, പ്ലസ് വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 2/3 πr³ ആണ്. 2/3 πr³. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 169.71 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇതാണ് ഒരു ടൈമിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന ആ കോണിനകത്ത് ഫില്ല് ചെയ്യുന്ന ഐസ്ക്രീമിൻ്റെ വോളിയം. ഒരു പ്രാവശ്യം ഫില്ല് ചെയ്യുന്ന ഐസ്ക്രീമിൻ്റെ വോളിയം ഇതാണ്. അപ്പോൾ മൊത്തം ആ കണ്ടെയ്നറിലുള്ള ഐസ്ക്രീം എത്ര കോണുകളിൽ ഫില്ല് ചെയ്യാമെന്നറിയാൻ നമുക്ക് ടോട്ടൽ ഐസ്ക്രീമിൻ്റെ വോളിയത്തെ ഈ കോണിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്പർ ഓഫ് കോൺസ്, മൊത്തം ഫില്ല് ചെയ്യാവുന്ന കോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ ഐസ്ക്രീമിൻ്റെ വോളിയത്തെ ഒരു പ്രാവശ്യം കോണിൽ ഫില്ല് ചെയ്യുന്ന ഐസ്ക്രീമിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതാണ് നമ്പർ ഓഫ് കോൺസ് ഈസ് ഈക്വൽ ടു 1697.14 ഡിവൈഡഡ് ബൈ 169.71 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ആ കണ്ടെയ്നറിലുള്ള ഐസ്ക്രീം ഉപയോഗിച്ച് നമുക്ക് ആ കോൺ അവർ തന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് 10 തവണ ഫില്ല് ചെയ്യാൻ പറ്റും. 10 കോണുകൾ അതുപോലെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും തന്നിരിക്കുന്ന കണ്ടെയ്നറിലെ ഐസ്ക്രീം ഉപയോഗിച്ച്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: ഹൗ മെനി സിൽവർ കോയിൻസ് 1.75 സെൻറ്റിമീറ്റർ ഇൻ ഡയമീറ്റർ ആൻഡ് തിക്നെസ് 2 millimeter must be melted to form a cuboid of dimension 5.5 centimeter by 10 centimeter by 3.5 centimeter. 1.75 സെൻറ്റിമീറ്റർ ഡയമീറ്ററും 2 millimeter തിക്നെസ്സുമുള്ള എത്ര സിൽവർ കോയിൻസ് ഉരുക്കിയാലാണ് നമുക്ക് ഈ ഡയമെൻഷനുള്ള ഒരു ക്യൂബോയിഡ് ഉണ്ടാക്കാൻ കഴിയുക? ഇതാണ് ചോദ്യം. 1.75 സെൻറ്റിമീറ്റർ ഡയമീറ്ററും 2 millimeter തിക്നെസ്സുമുള്ള എത്ര സിൽവർ കോയിൻസ് മെൽറ്റ് ചെയ്താലായിരിക്കും നമുക്ക് ഈ ഡയമെൻഷൻ 1.5 × 10 × 3.5 സെൻറ്റിമീറ്റർ ഈ ഡയമെൻഷനുള്ള ഒരു ക്യൂബോയിഡ് ഉണ്ടാക്കാൻ കഴിയുക? ഇതാണ് ചോദ്യം. റേഡിയസ് ഓഫ് ദ കോയിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1.75/2 ആണ്. ദാറ്റ് ഈസ് 0.875 സെൻറ്റിമീറ്റർ ആണ്. ഇനി തിക്നെസ് ഓഫ് ദ കോയിൻ എന്ന് പറയുന്നത് 2 millimeter ആണ്. നമുക്കതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ 2/10 ദാറ്റ് ഈസ് 0.2 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഒരു കോയിൻ്റെ വോളിയം ഓഫ് ദ കോയിൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു πr² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 22/7 × 0.875 സ്ക്വയർ × 0.2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.481. ഇതാണ് വോളിയം ഓഫ് ദി കോയിൻ. ഒരു കോയിൻ്റെ വോളിയം ഇതാണ്. ഇനി നമുക്ക് ക്യൂബോയിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ദ ക്യൂബോയിഡ് ഈസ് ഈക്വൽ ടു LBH ആണ്. ദാറ്റ് ഈസ് 5.5 × 10 × 3.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 192.5 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ എത്ര കോയിൻ നമുക്ക് കോയിൻ്റെ വോളിയം അറിയാം, ആ കോയിനുകൾ ഉരുക്കിയാൽ കിട്ടുന്ന ക്യൂബോയിഡിൻ്റെ വോളിയം അറിയാം. അപ്പോൾ എത്ര കോയിൻ ഉരുക്കിയാലാണ് ആ ക്യൂബോയിഡ് ഉണ്ടാക്കാൻ കഴിയുക എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ക്യൂബോയിഡിൻ്റെ വോളിയത്തെ നമ്മൾ ആ കോയിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു കോയിൻ്റെ വോളിയം നമുക്കറിയാം, ഈ കോയിൻസ് എല്ലാം കൂടെ ഉരുക്കി ഉണ്ടാക്കുന്ന ക്യൂബോയിഡിൻ്റെ വോളിയം നമുക്കറിയാം. അങ്ങനെയെങ്കിൽ എത്ര കോയിൻസ് ഉരുക്കിയാലാണ് നമുക്ക് ആ ക്യൂബോയിഡ് ഉണ്ടാക്കാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കാൻ, ഇപ്പോൾ റിക്വയർഡ് നമ്പർ ഓഫ് കോയിൻസ് കണ്ടുപിടിക്കാൻ ക്യൂബോയിഡിൻ്റെ വോളിയത്തെ കോയിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ക്യൂബോയിഡിൻ്റെ വോളിയത്തെ കോയിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ റിക്വയർഡ് നമ്പർ ഓഫ് കോയിൻസ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ ക്യൂബോയിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി കോയിൻ. വോളിയം ഓഫ് ദ കോയിൻ എന്ന് പറയുന്നത് 0.481 ആണ്. 0.481 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 400 എന്ന് കിട്ടും. 400
ഓൺ സിംപ്ലിഫിക്കേഷൻ വി ഗെറ്റ് 400. അപ്പോൾ 400 കോയിൻസ് മെൽറ്റ് ചെയ്താലായിരിക്കും നമുക്ക് ഈ പറഞ്ഞ ഡയമെൻഷനുള്ള ഒരു ക്യൂബോയിഡ് കിട്ടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ സിലിണ്ടറിക്കൽ ബക്കറ്റ് 32 centimeter high and with radius of the base 18 centimeter is filled with sand. This bucket is emptied on the ground and a conical heap of sand is formed. If the height of the conical heap is 24 centimeter, find the radius and slant height of the heap. ഇതാണ് ചോദ്യം. A cylindrical bucket 32 centimeter high and with radius of base 18 centimeter is filled with sand. This bucket is emptied on the ground and a conical heap of sand is formed. If the height of the conical heap is 24 centimeter, find the radius and slant height of the heap. ഇതാണ് ചോദ്യം. എൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. ഒരു സിലിണ്ടറിക്കൽ ബക്കറ്റ്, ആ ബക്കറ്റിനകത്തുള്ള മണൽ നമ്മളൊരു കോണിക്കൽ ഷേപ്പിൽ കൂട്ടിയിടുന്നു. ഒരു തന്നിരിക്കുന്ന സിലിണ്ടറിക്കൽ ബക്കറ്റിൻ്റെ റേഡിയസ് ഓഫ് ദ സിലിണ്ടറിക്കൽ ബക്കറ്റ് എന്ന് പറയുന്നത് 18 centimeter ആണ്. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറിക്കൽ ബക്കറ്റ് എന്ന് പറയുന്നത് 32 centimeter ആണ്. അപ്പോൾ വോളിയം ഓഫ് ദ സാൻഡ് ഇൻ ദ ബക്കറ്റ്, ആ ബക്കറ്റിലുള്ള സാൻഡിൻ്റെ വോളിയം എന്ന് പറയുന്നത്, വോളിയം ഓഫ് ദ സാൻഡ് ഇൻ ദ ബക്കറ്റ് ഈസ് ഈക്വൽ ടു pi r square h ആണ്. pi r square h, that is equal to 22/7 into 18 square into 32. That on simplification 32,585.14 centimeter cube. ഇതാണ് ആ ബക്കറ്റിലുള്ള ആകെ സാൻഡിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഇനി ഈ സാൻഡ് നമ്മളൊരു കോണിക്കൽ ഷേപ്പിലാണ് കൂട്ടുന്നത്. ആ സാൻഡ് നമ്മൾ വെളിയിലേക്ക് പോർ ചെയ്യുന്നു, വെളിയിലേക്ക് ഇടുന്നു. ആ വെളിയിലേക്കിടുന്ന ആ സാൻഡ് ഒരു കോണിക്കൽ ഷേപ്പാണ് എടുക്കുന്നത്. ആ കോണിക്കൽ ഷേപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 24 centimeter ആണ്. നമുക്കതിൻ്റെ ബേസ് റേഡിയസും സ്ലാൻഡ് ഹൈറ്റ് എല്ലുമാണ് കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ് ആർ ബി ദ ബേസ് റേഡിയസ് ആൻഡ് എൽ ബി ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോണിക്കൽ ഹീപ്പ്. ആ കോണിക്കൽ ഹീപ്പിൻ്റെ കോണിക്കൽ കൂനയുടെ ഹൈറ്റ്, ബേസ് റേഡിയസ് 6 ആണെന്നിരിക്കട്ടെ, അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എൽ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദ കോണിക്കൽ ഹീപ്പ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു, വോളിയം ഓഫ് ദ കോണിക്കൽ ഹീപ്പ് എന്ന് പറയുന്നത് 1/3 pi r square h ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 22/7 ഇൻറ്റു r square ഇൻറ്റു 24. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ് കോണിക്കൽ ഹീപ്പിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അത് ആ സിലിണ്ടറിലുള്ള മണലിൻ്റെ വോളിയത്തോട് തുല്യമായിരിക്കും. കാരണം ആ മണൽ വെച്ചിട്ടാണ് നമ്മൾ ആ കോണിക്കൽ ഹീപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോണിക്കൽ ഹീപ്പിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആ മണലിൻ്റെ വോളിയത്തോട് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 32,585.14. ഇവിടുന്ന് ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 32,585.14 ഇൻറ്റു 3 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 22 ഇൻറ്റു 24. ദാറ്റ് ഓൺ സിംപ്ലിഫിക്കേഷൻ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1296 എന്ന് വരും. അങ്ങനെ ആർ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1296 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 36 centimeter. ഇതാണ് ആ കോണിക്കൽ ഹീപ്പിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ബേസ്, ഇനി നമുക്കിതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ കൂനയുടെ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കണം. ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് OAB എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ഫ്രം റൈറ്റ് ട്രയാങ്കിൾ OAB OA സ്ക്വയർ പ്ലസ് AB സ്ക്വയർ എന്ന് പറയുന്നത് OB സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 24 സ്ക്വയർ പ്ലസ് 36 സ്ക്വയർ ഈസ് ഈക്വൽ ടു L സ്ക്വയർ എന്ന് വരും. അപ്പോൾ L സ്ക്വയർ ഈസ് ഈക്വൽ ടു 576 പ്ലസ് 1296, ദാറ്റ് ഈസ് ഈക്വൽ ടു 1872. അപ്പോൾ L എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1827, ദാറ്റ് ഈസ് ഈക്വൽ ടു 43.27 centimeter. 40 ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്. ആ മണൽ കൂനയുടെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 43.27 ആണ്. നമുക്കടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8ാമത്തെ ചോദ്യം ഇതാണ്. എക്സാമ്പിൾ 8 പേജ് 249 NCERT ടെക്സ്റ്റ്. NCERT ടെക്സ്റ്റിലെ 249ാമത്തെ പേജിലെ എക്സാമ്പിൾ ഹോംവർക്കായിട്ട് ചെയ്യുക. അത് നോക്കി ചെയ്യരുത്. ക്വസ്റ്റ്യൻ വായിക്കുക, തനിയെ ചെയ്യുക, അവസാനം ആൻസർ വെരിഫൈ ചെയ്യുക. 9ാമത്തെ ചോദ്യം എക്സാമ്പിൾ 9 പേജ് 249 NCERT ടെക്സ്റ്റ്. NCERT ടെക്സ്റ്റിലെ 249ാമത്തെ പേജിലെ 9ാമത്തെ എക്സാമ്പിൾ ഹോംവർക്കായിട്ട് ചെയ്യണം. അതും ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യുക.
തനിയെ ചെയ്യുക, അതിനുശേഷം ഉത്തരം വെരിഫൈ ചെയ്താൽ മതി. അതുപോലെ എക്സാമ്പിൾ 10, 10ാമത്തെ ചോദ്യം എക്സാമ്പിൾ 10 ആണ്, പേജ് 250 NCERT ടെക്സ്റ്റ്, അതും ഹോംവർക്കായിട്ട് ചെയ്യുക. അതുപോലെ എക്സാമ്പിൾ 11 പേജ് 250 NCERT ടെക്സ്റ്റ്, അതും ഹോംവർക്കായിട്ട് ചെയ്യുക. തനിയെ നോക്കി ചെയ്യരുതും, അത് തനിയെ ചെയ്തതിന് ശേഷം ഹോംവർക്ക് അത് ആൻസർ മാത്രം വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.